ഹലോ ഫ്രണ്ട്സ്, പവർപോയിന്റ് ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർപോയിന്റിൽ വിവിധ തരം ഷേപ്പുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലേഔട്ട് ബ്ലാങ്ക് സെലക്ട് ചെയ്യുന്നു. ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനായി ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്സ് എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വിവിധ തരം ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അവയെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് എന്ന കാറ്റഗറി കാണാം. തുടർന്ന് ലൈൻസ്, റെക്ടാങ്കിൾസ്, ബേസിക് ഷേപ്സ്, ബ്ലോക്ക് ആരോസ്, ഇക്വേഷൻ ഷേപ്സ് തുടങ്ങി നിരവധി കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ആദ്യമായി ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ ലൈനിലെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ സ്ലൈഡിൽ വന്ന് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലൈനിനെ നീളം കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഓറിയന്റേഷൻ മാറ്റാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ലൈൻ സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ തിക്നെസ് ചേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ ചേഞ്ച് ചെയ്യാനായി ഷേപ്പ് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കളർ സെലക്ട് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാനുള്ള മോർ ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ഐ ഡ്രോപ്പർ, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഐ ഡ്രോപ്പർ ഓപ്ഷൻ കാണാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് വെയിറ്റ് എന്നുള്ളത്, അതായത് നമ്മുടെ ലൈനിൻ്റെ തിക്നെസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള തിക്നെസ് സെലക്ട് ചെയ്യാം. പിന്നീട് ഡാഷസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിക്ക് ലൈൻ വേണോ അതോ വിവിധങ്ങളായിട്ടുള്ള ഡാഷ് ലൈനുകൾ സെലക്ട് ചെയ്യണോ എന്നുള്ളതും സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ വിവിധ തരം ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നും നമ്മുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി റെക്റ്റാങ്കിൾസ് ഗ്രൂപ്പിൽ നിന്നും റെക്റ്റാങ്കിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ സ്ലൈഡിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ ആവശ്യാനുസരണമായി കഴിഞ്ഞാൽ മൗസ് റിലീസ് ചെയ്യുക. വീണ്ടും ഈ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും ഫിൽ കളർ ചേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനുമായി ഇവിടെ ഷേപ്പ് ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ള കളർ നൽകുക, അല്ലെങ്കിൽ നോ ഫിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ റിമൂവ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈൻസിൻ്റെ കേസിൽ കണ്ടതുപോലെ ഷേപ്പ് ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും ഔട്ട്ലൈനിൻ്റെ തിക്നെസ് മാറ്റാനുമുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഷേപ്പ് എഫക്ട്സ് ടൂളിൽ നിന്നും ഈ റെക്റ്റാങ്കിളിന് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഷാഡോസ് നൽകാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നൽകാം. ഓരോ ഓപ്ഷൻസും അതിൻ്റെ ആപ്ലിക്കേഷനും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്കൊരു സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി വീണ്ടും ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്ത് ബേസിക് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ഓവൽ സെലക്ട് ചെയ്യാം. ഓവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളും വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു എലിപ്സും വരയ്ക്കാം. സർക്കിൾ വരയ്ക്കുന്നതിനായി നമ്മളുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഷിഫ്റ്റ് കീ ഉപയോഗിക്കാതെയാണ് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഷേപ്പാണ് കിട്ടുക, കൃത്യമായി സർക്കിൾ ലഭിക്കുകയില്ല. സോ റെക്റ്റാങ്കിളിൻ്റെ കേസിലെ പോലെ എല്ലാ ഓപ്ഷൻസും സർക്കിളിനും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഒരു ആരോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലോക്ക് ആരോസ് എന്ന ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു ആരോ ടൈപ്പ് സെലക്ട് ചെയ്യുക. സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആരോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റുള്ള ഷേപ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫിൽ കളറും ഔട്ട്ലൈനും എല്ലാം ചേഞ്ച് ചെയ്യാം. ഇതിൽ 2 യെല്ലോ സർക്കിൾ കാണും. ഞാനിപ്പോൾ ഈ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആരോ ഹെഡിന്റെ സൈസ് മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആരോയുടെ തിക്നെസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ റൊട്ടേഷൻ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആരോയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് ഈ ആരോയെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും റൊട്ടേറ്റ് സെലക്ട് ചെയ്ത് ഫ്ലിപ്പ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്താൽ മതി. സോ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷേപ്പുകളും ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രസന്റേഷനെ കൂടുതൽ മനോഹരമാക്കാം. സോ അത്രയുമായിരുന്നു പവർ പോയിന്റിൽ ഷേപ്സ് ആഡ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.